കൊച്ചി എന്ന് കേൾക്കുമ്പോൾ തന്നെ 90% ആൾക്കാരും ചിന്തിക്കുന്ന ഫോർട്ട് കൊച്ചിനെ പറ്റിയാണ്. പക്ഷേ നമ്മളിന്ന് പോകുന്നത് ഫോർട്ട് കൊച്ചിക്ക് അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന മട്ടാഞ്ചേരിയിലേക്കാണ്. എനിക്ക് പേഴ്സണലി ഫോർട്ട് കൊച്ചിനേക്കാൾ ഇഷ്ടപ്പെട്ട സ്ഥലം മട്ടാഞ്ചേരിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കളറിലെ പെയിൻ്റ് അടിച്ച വീടുകളും പല കൾച്ചറും എല്ലാം കാണാൻ പറ്റും. പണ്ട് കാലത്ത് ഇതൊരു വ്യാപാര നഗരമായിരുന്നുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ ടൂറിസ്റ്റുകളൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ ഫോർട്ട് കൊച്ചി വരുന്ന പോലെ തന്നെ മട്ടാഞ്ചേരിയിലും വരാറുണ്ട്. പക്ഷെ അവരെല്ലാം വന്നു പോകുന്നത് കോമൺ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ്. കാരണം ഓരോ പാക്കേജൊക്കെ എടുത്തായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പലതും അറിയാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും മട്ടാഞ്ചേരി കണ്ടു തീർക്കാൻ പറ്റില്ല. അത്രയും നല്ല സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ചരിത്രപരമായിട്ടുള്ള ധാരാളം സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒത്തിരി കൾച്ചറും റിലീജിയനും എല്ലാം ഇവിടെ ഉണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവിടുത്തെ ജൂതത്തെരുവും ജൂതപ്പള്ളിയും. പണ്ട് കാലത്ത് ഇവിടെ ജൂതന്മാരുണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോഴും ആ പള്ളി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. മട്ടാഞ്ചേരിയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ വണ്ടി എവിടെയെങ്കിലും സമാധാനത്തിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇതൊക്കെ നടന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. കൂടുതലും ഇവിടെ ചെറിയ വഴികളാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇറങ്ങണമെന്നോ ഫോട്ടോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുക, എന്നിട്ട് നടന്ന് ഇതൊക്കെ കാണുക. ധാരാളം ആൻറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി നല്ല കഫേസും ഉണ്ട്. ഇവിടെ നോർമലി പറയുവാണെങ്കിൽ കൂടുതലും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കഫേസ് ആയിരിക്കും കേട്ടോ. കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. മെയിൻലി ഫോറിനേഴ്സ് കൂടുതലായിട്ട് വരുന്നൊരു ഇടമാണ്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തായിരിക്കും കൂടുതലും ഇവിടെ പ്രവർത്തിക്കുന്ന കടകളും മറ്റും. പക്ഷേ അതൊക്കെ കണ്ടാസ്വദിക്കുന്നതിന് തെറ്റൊന്നുമില്ല. നമ്മുടെ കേരളത്തിലെ ജൂതപ്പള്ളികൾ വളരെ കുറവാണ്. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളി ഇത് തന്നെയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ കയറാൻ സാധിക്കണമെന്നില്ല. എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അത് അടച്ചിടും. പിന്നെ മട്ടാഞ്ചേരിയിലേക്ക് ഇപ്പോൾ വാട്ടർ മെട്രോ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വാഹനങ്ങളിൽ വരാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ വാട്ടർ മെട്രോയ്ക്ക് വരാം. അതിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റാൻഡും ഉണ്ട്. എങ്ങോട്ടേക്ക് തിരിച്ചു പോകാനാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബസ് കിട്ടും. വാട്ടർ മെട്രോ ഇറങ്ങി വരുമ്പോൾ തന്നെ മട്ടാഞ്ചേരിയിലെ ഒരു ടൂറിസ്റ്റ് മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ എറണാകുളത്തേക്കൊക്കെ തിരിച്ചു പോകാനാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടും. ഈ മട്ടാഞ്ചേരി ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ എന്നെ മെയിനായിട്ട് കൂടുതൽ അട്രാക്ട് ചെയ്ത് ഇവിടുത്തെ കെട്ടിടങ്ങളാണ്. കാരണം എവിടെ നോക്കിയാലും അത്രയും പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. മെയിനായിട്ട് ഇവിടുത്തെ ജനലുകൾ എവിടെ നോക്കിയാലും നമുക്കൊരു എസ്തറ്റിക്സ് ഫീൽ ചെയ്യും. ധാരാളം ഫേമസ് ആയിട്ടുള്ള പള്ളികളൊക്കെ ഇവിടെ ഉണ്ട്. ഈ മട്ടാഞ്ചേരി കാണുമ്പോൾ നമുക്കൊരു മിനി ഗോവ എന്നൊക്കെ വേണേൽ പറയാം. അതുപോലെയാണ് ഇവിടം. അതിലെടുത്ത് പറയേണ്ട കാര്യം ഇവിടുത്തെ പെയിൻറ്റിങ്സ് ഒക്കെ തന്നെയാണ്. ഓരോ ബിൽഡിങ്സിനും ഓരോ വെറൈറ്റി പെയിൻറ്റിങ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഓരോ ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾ, ഇതുപോലത്തെ വാതിലുകളൊന്നും ഇപ്പോൾ നമുക്ക് കാണാനേ സാധിക്കില്ല. അതിൻ്റെ ഒരു റിമൈനിങ്സ് ഒക്കെയാണ് ഇപ്പോൾ മട്ടാഞ്ചേരിയിലുള്ളത്. പിന്നെ ജൂതത്തെരുവൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടിയൊക്കെ ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ധാരാളം ഹോൾസെയിലും റീറ്റെയിലൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ആയിരിക്കും. കൂടുതലായിട്ട് സ്പൈസസും അതുപോലെ ഗുഡ്സ് ഒക്കെ കൊണ്ടുവരുന്ന ഷോപ്പുകളാണ്. പിന്നെ മട്ടാഞ്ചേരി വരുന്നവർ എന്തായാലും കുരിയച്ചൻ്റെ നടയിൽ കയറിയിട്ട് പോകാൻ മറക്കരുത്. ഫോർട്ട് കൊച്ചി ബീച്ചൊക്കെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ധാരാളം കപ്പലുകളൊക്കെ പോകുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ശരിക്കും നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയുടെ രണ്ട് മുഖങ്ങൾ കാണാൻ സാധിക്കും. ഒരു വശങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ പൊളിഞ്ഞു വീഴാറായ പണ്ട് കാലത്തെ കുറേ കെട്ടിടങ്ങളും, മറുവശങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ആധുനിക രീതിയിൽ പണിത റിസോർട്ടുകളും ഹോം സ്റ്റേകളും കാണാൻ സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സ്ഥലം ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന വലിയൊരു കാര്യമാണ്. ശരിക്കും അത് കേരളത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ്. ഈ മട്ടാഞ്ചേരിയിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളും മറ്റും വരുന്നത്. ഈ സ്ഥലം എടുത്തു പറയേണ്ട അത്ര നീറ്റുമാണ് കേട്ടോ. ശരിക്കും ചുവരുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതിന് വരെ ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരക്കുമ്പോൾ കൂടുതൽ ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത്. മട്ടാഞ്ചേരിയിൽ നിന്ന് ഫോർട്ട് കൊച്ചി ജങ്കാറിന് അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയിൽ ഇതുപോലെ ചുവരുകളിലും മൊത്തം ചിത്രങ്ങളൊക്കെയാണ്. എന്തായാലും ഈ ചിത്രം വരച്ചവരെയൊക്കെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഈ മട്ടാഞ്ചേരി വരുമ്പോൾ കയറാൻ പറ്റിയ കുറച്ച് ഫുഡ് സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തേത് അംബേദ്കർ കൂൾബാറാണ്. വർഷത്തിൽ 365 ദിവസം അവക്കാഡോ ജ്യൂസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെങ്കിൽ നേരെ ബാലൻചേട്ടൻ്റെ കടയിലേക്ക് വിട്ടാൽ മതി. ഇവിടെ നല്ല മണിപ്പുട്ടും സ്ക്വയർ പൊറോട്ടയൊക്കെ കിട്ടും. ശരിക്കും ഈ ഒരു വഴി കയറി കഴിഞ്ഞാൽ ധാരാളം ഷോപ്പുകൾ അടുത്തടുത്തുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്ക് നിങ്ങൾക്ക് ബിരിയാണി കഴിക്കണമെന്നാണെങ്കിൽ ബീഫ് ഓർ ബിരിയാണി ഉണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ് ഇവിടുത്തെ. ഞാനിവിടെ നേരത്തെ കഴിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറിനൊന്നും വരരുത്, ബൈക്കിന് വരാൻ ശ്രമിക്കുക. കാരണം ചെറിയ വഴികളാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനും മറ്റും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്വീറ്റ്സ് ഒക്കെ മേടിക്കാനാണെങ്കിൽ ശാന്തിലാൽസ് മിഠായി വാലയുണ്ട്. ഇവിടെ ധാരാളം വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ കിട്ടും. പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ചൂടായിട്ട് ഫ്രൈ ചെയ്ത സമൂസയൊക്കെ കിട്ടും. പിന്നെ ഇവിടുത്തെ ബദാം മിൽക്ക്, റോസ് മിൽക്ക് ഒക്കെ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ലസ്സി കുടിക്കണമെന്നാണെങ്കിൽ നേരെ തൊട്ടടുത്തുള്ള റവ ലസ്സി ജോയിനിലേക്ക് വിട്ടാൽ മതി. വർഷത്തിൽ 365 ദിവസവും ലസ്സി കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ ഇത്. മട്ടാഞ്ചേരി പാലസ് റോഡിലാണ് ഈ ഷോപ്പ് വരുന്നത്. നോർമൽ ലസ്സിയും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ലസ്സിയും ഉണ്ട്. പിന്നെ ഓരോ സീസൺ അനുസരിച്ച് പല ഫ്ലേവേഴ്സിലുള്ള ലസ്സി ഇവിടെ കിട്ടും.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുമല ദേവസ്വം അമ്പലത്തിലേക്ക് പോകാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഹിന്ദുക്കളായവരെ മാത്രമേ കയറ്റുള്ളൂ. അങ്ങനെ ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലും പുറത്തു നിന്ന് നിങ്ങൾ കണ്ടാസ്വദിക്കാനൊക്കെ സാധിക്കും. ധാരാളം വർഷം പഴക്കമുള്ള ഒരു അമ്പലം കൂടിയാണ് കേട്ടോ ഇത്. കൊങ്ങിണീസിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേരളത്തിലെ. അവിടെ നേരെ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി വേറൊരു നല്ല സ്പോട്ടും കൂടി, നമ്മുടെ കായിക്കാട ബിരിയാണി എന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ കണ്ട ബീഫ് ബിരിയാണിയുടെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇറച്ചിച്ചോറ് കഴിക്കണമെന്നാണെങ്കിൽ നേരെ നൂറിയ ഹോട്ടലിലേക്ക് പോയാൽ മതി. കൊച്ചിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇറച്ചിച്ചോറ് ഇവിടെ നിന്നാണ്. 90 രൂപയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് കഴിക്കണമെന്നാണെങ്കിൽ ഒരു 11:30 കഴിയുമ്പോഴെങ്കിലും ഇവിടെ എത്തണം. നല്ല തിരക്കായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സർബത്ത് കുടിക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്പോട്ടും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് അധികം ആർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. ഈ ലൊക്കേഷൻ വരുന്നത് ചെർലായിലാണ് കേട്ടോ. ഇവിടെ നല്ല പൈനാപ്പിൾ സർബത്ത് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു അമ്മയായിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ ചെന്ന സമയത്ത് ഒരു അച്ഛനായിരുന്നു. ഇതൊരു ചെറിയ കടയാണ്. ധാരാളമായിട്ട് ഇതുപോലത്തെ വെള്ളം കുടിക്കാനൊക്കെയാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. 30 രൂപയാണ് ഈ പൈനാപ്പിൾ സർബത്തിന് വരുന്നത്. അപ്പോൾ ഈ കട വരുന്നത് ചെറുതായി തന്നെ കാനറ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഇനി കൊച്ചി സൈഡൊക്കെ വരുവാണെങ്കിൽ ഫോർട്ട് കൊച്ചി മാത്രം കറങ്ങിയിട്ട് പോകാതെ ഒരു ദിവസം എടുത്ത് മട്ടാഞ്ചേരിയൊക്കെ ഒന്ന് മൊത്തം കറങ്ങുക. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ എടുക്കുമ്പോൾ കൊച്ചിയിലേക്ക് വന്നാൽ നല്ല തിരക്കായിരിക്കും. ആ ഒരു സമയങ്ങളിൽ ഒഴിച്ച് ബാക്കി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ട് ആസ്വദിക്കാനൊക്കെ സാധിക്കും. ശരിക്കും ചരിത്രത്തിൽ ഇത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ കാണാത്തവർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി കൊച്ചിയിലേക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മട്ടാഞ്ചേരി വിസിറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇവിടെ വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്. മട്ടാഞ്ചേരി പാലസും അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ എടുത്ത് കാണിക്കാഞ്ഞത്. നിങ്ങൾ കൊച്ചിയിലേക്കൊക്കെ ഒരു 1 ഡേ ട്രിപ്പൊക്കെ നോക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയൊക്കെ ഒറ്റ ദിവസത്തെ ഒരു ഇതായിട്ട് എടുക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് കണ്ടു തീരില്ല, എന്നാലും മെയിനായിട്ട് കുറേ ലൊക്കേഷൻസ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വണ്ടിയൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കുക, ഈ സ്ഥലങ്ങളുടെ ഭംഗിയെല്ലാം ആസ്വദിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.